നടൻ ജയറാം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജയറാം, വാർത്ത അറിഞ്ഞു കാണും എന്ന് കരുതുന്നു. ഇപ്പോൾ സിബി മലയിൽ സാർ പറയുകയായിരുന്നു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടായിരുന്നു. ഇങ്ങനെയൊരു വാർത്ത അത് എത്തും എന്ന് വല്ലാത്ത വേദനയോടെയെങ്കിലും അത് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത്രയ്ക്ക് മോശമായി വരികയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ ഒരു അവസരത്തിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് വളരെ കലാമൂല്യമുള്ളതെന്ന് മാത്രമല്ല, അത്ര ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട എത്ര സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. ഇല്ല, ഒന്നാമത് ഈ ന്യൂസ് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. ചിലപ്പോൾ സിബി സാറിനൊക്കെ അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്ന കാര്യം വല്ല അറിയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അറിയില്ല. അതുകൊണ്ട് വലിയൊരു ഞെട്ടൽ തന്നെയാണ് എന്നെ സംബന്ധിക്കുന്നത്. ഞാനിപ്പോ കുറച്ചു മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് ഈ വാർത്ത അറിഞ്ഞത്. അപ്പൊ തന്നെ ഞാനിത് വിളിച്ചു പറഞ്ഞവരോട് ചോദിച്ചു, സത്യം തന്നെയാണോ അല്ല വെറുതെ പറയുന്നതാണോ? കാരണം ഒരു 7-8 മാസങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല. എന്നെ അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം തുടങ്ങാൻ പോകുന്ന ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു വേഷം ചെയ്തു തരുമോ ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. പക്ഷേ ഒരു അസുഖമായിരുന്നെന്നും അത് ഇങ്ങനെ വയ്യായ്മ ഉണ്ടായിരുന്നെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്താ പറയുക എന്നത് എനിക്കറിയില്ല. എനിക്ക് ഒരു നടൻ എന്നുള്ള നിലയിൽ ഞാൻ പറയണോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്ത് ലോകോത്തര നിലവാരത്തിൽ മലയാള സിനിമയെ എത്തിച്ച നമ്മുടെ അടൂർ സാറും അല്ലെങ്കിൽ അരവിന്ദനും, അതേപോലെ അതിനുശേഷം വന്ന പത്മനാഭൻ സാറിന്റെ ആ നിരയിലും എല്ലാം കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ ക്വാളിറ്റി ആയിട്ടുള്ള സിനിമകൾ കൊണ്ട്, മലയാളിത്വമുള്ള ഓരോ കഥകൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ ക്യാമറ വർക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ സംവിധാനത്തിലൂടെയും ലോകോത്തര നിലവാരത്തിൽ മലയാള സിനിമയ്ക്ക് എവിടെ ചെന്നാലും നമ്മൾ ഓരോ സിനിമകളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഷാജി എൻ കറിന്റെയൊക്കെ ഒരു സിനിമകളാണ് ഓരോരുത്തരും എടുത്തു പറയുക. അതായത് മറ്റ് ഭാഷകളിലുള്ള വലിയ വലിയ സംവിധായകരും വലിയ വലിയ എഴുത്തുകാരും എല്ലാവരും സൂചിപ്പിക്കുന്ന ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പേരാണ് ഷാജി സാറിന്റെ. അദ്ദേഹത്തിനോടൊപ്പം ഒന്നും ഒരു സിനിമ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷയല്ല. പക്ഷേ തൃത്താല കേശവൻ എന്ന് പറയുന്ന ജീവിച്ചിരുന്ന ഒരു മഹാനായ ചെണ്ടക്കാരന്റെ കഥ അദ്ദേഹം സിനിമയാക്കാൻ തീരുമാനിക്കുകയും അത് എന്നിലേക്ക് വരികയും ആ കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എന്ത് സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങൾ അദ്ദേഹം നിരീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കേശവേട്ടന്റെ ഓരോ മൂവ്മെന്റും, അദ്ദേഹം ചെണ്ട കൊട്ടുമ്പോൾ തല എങ്ങനെയാണ് വെക്കുക, അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്തായിരുന്നു, അത് മുഴുവൻ കണ്ടുപിടിച്ച് അദ്ദേഹം സ്ക്രിപ്റ്റിന്റെ സൈഡിൽ ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എത്രയോ ദിവസങ്ങളാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ചെലവാക്കി ചെണ്ടയിലെ എല്ലാത്തരം മേളങ്ങളും, ചെണ്ടയിൽ ഇനി എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കൊട്ടി എന്നെ കൊണ്ട് തന്നെ നേരിട്ട് കൊട്ടിച്ച് അതൊക്കെ ഒരു സാധകം ചെയ്യുന്ന പോലെ, ഒരു റിഹേഴ്സൽ പോലെ കുറേ ദിവസങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചു. അപ്പൊ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെ വിലയിരുത്തിയിരുന്നത് ഇത്ര പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യമാണ്. ഇപ്പോ ഒരു വിയോഗത്തിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താണ്, നമുക്കൊരു വലിയ നഷ്ടം തന്നെയാണ്, ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. നന്ദി ശ്രീ ജയറാം, ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം ഈ കാര്യം അറിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതി മോശമാണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അപ്രതീക്ഷിതമാണ്, ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ജയറാം അദ്ദേഹത്തോടൊപ്പം തൃത്താല കേശവനിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ വേഷമിട്ടപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ തന്നെ പറയുകയായിരുന്നു.